നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഋതുവിനോട് അച്ചു പറഞ്ഞു, ഋതു നിന്നെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് രാജലക്ഷ്മി അമ്മ വന്നേക്കുന്നെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ഋതു ചോദിച്ചു, അവരെന്തിനാ എന്നെ കാണാൻ വന്നേന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കണം. ദേ അച്ചു, ഇത് പറയാനായിട്ട് നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവരെ പറഞ്ഞു വിടാൻ നോക്ക്, എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല. ഋതു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? നീ അവരോട് ഒന്ന് സംസാരിക്കുക. എന്തിനാ? അല്ല, അത് പിന്നെ ഇന്ദ്രൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് തോന്നേ, അതിനെക്കുറിച്ച് എന്താ സംസാരിക്കാനാ? പൊന്നുമടത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ അവര് വന്നേന്ന് പറഞ്ഞു. പൊന്നുമടത്തിലേക്ക് അവനെ തിരികെ കൊണ്ടുവരാനായിട്ടാ? നീ എന്തൊക്കെയാ അച്ചു പറയണേ? അതെ ഋതു, ഒന്നുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ അവന്. ഭർത്താവോ? അവനോ? കഴുത്തിൽ താലി ചാർത്തിയെന്നോർത്ത് ഒരാള് ഭർത്താവോന്ന് ചോദിച്ചു. അതെ, നിയമപരമായിട്ട് ഇപ്പോഴും അവൻ നിന്റെ ഭർത്താവ് തന്നെയാ ഋതു. അത് നിനക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇത് വെച്ചായിരിക്കും അവർ ചിലപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അവരെന്താണെങ്കിലും നല്ല മയത്തിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നല്ല ദേഷ്യം വന്നു ഋതുവിന്. ഋതു പറഞ്ഞു, അവരുടെ മകനുണ്ടല്ലോ ഇന്ദ്രൻ, അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു മയവും ഇല്ല. അവൻ മൂർഖം പാമ്പാ. മൂർഖം പാമ്പിനെ തേനിനകത്ത് ഇട്ട് വെച്ചാലൊന്നും അതിന്റെ വിഷമൊന്നും പോകാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു എനോ അവന്. അതുകൊണ്ട് അവനോട് ഞാൻ പൊറുക്കാനും ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഈ ജന്മത്തിൽ അവൻ എന്റെ ഭർത്താവായിട്ട് തുടരില്ല എന്ന് പറഞ്ഞു. ഋതു, നീ ഇത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വന്ന് അവരോട് സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ അവരോട് പറ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഋതുവിന് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് ഋതു ഹാളിലേക്ക് വരണ സമയത്ത് രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വയറിലേക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആ മോളെ വയറൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു. നിനക്കിപ്പോ സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഋതു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, മോളെ നീ ഇനി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഈ അവസ്ഥയില് ഇനിയിപ്പൊ നിനക്ക് എത്ര നാൾ മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റും? അധികം വൈകാതെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടക്കും. ഭർത്താവിന്റെ സ്നേഹവും കരുതലും ഒക്കെ വേണ്ട സമയം. അതുകൊണ്ട് ഇന്ദ്രൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. 2 തല്ലും കൂടെ കൊടുക്കാം. അവനൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതിന്റെ പേര് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞ് പ്രതിവച്ചു. എങ്ങോട്ടേക്ക്? അവൻ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന കാര്യോ? പൊന്നുമടത്തിലേക്കോ? അവൻ ഇവിടെ ആർക്കും ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടത് രാജലക്ഷ്മി വെച്ചു, മോളെ നീ എന്തൊക്കെയാ പറയണേ? അതെ, അവനെ പോലൊരു ഭർത്താവിന്റെ സാമീപ്യം എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടത് രാജലക്ഷ്മി പറഞ്ഞു, മോളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതെ, എന്താണെങ്കിലും അവനെ പോലൊരു ചെറ്റയുടെ ആവശ്യം എനിക്കില്ല. അവൻ എത്ര ദുഷ്ടത്തിലാ കാണിച്ചെന്നറിയാം. ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അവൻ നല്ല പണി തന്നെയാ പണിതേ. അങ്ങനെയുള്ള ഒരുത്തരെ ഈ വീട്ടിൽ കയറ്റി ഞാൻ താമസിപ്പിക്കണം അല്ലേ? ഒരു കാരണവശാലും താമസിപ്പിക്കില്ല. അവൻ കാരണം എന്നും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വരണം, അതിന് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട. ഇനിയിപ്പം നിനക്ക് അങ്ങനെയാണ് നിർബന്ധമെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വേണ്ട. ഒരു കാര്യം ചെയ്യാം, നീ അവിടേക്ക് വാ, അവിടെ വന്ന് താമസിക്ക്. അവിടെ വന്ന് താമസിക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടല്ലോ. അല്ല, ഇന്നെ ഇവിടെ താമസിപ്പിക്കാനും നിനക്ക് അയത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ഋതു പറഞ്ഞിട്ട് പട്ടി വരും അങ്ങോട്ടേക്ക്. ഇതേ ആ ചെറ്റരോട് താമസിക്കാൻ എന്നെ കിട്ടത്തില്ല. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണോ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അച്ഛനല്ലാത്തൊരു കുഞ്ഞിന്റെ കൈയും പിടിച്ച് നീ തേരാവാരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പൂർണ്ണിമയോട് പറഞ്ഞു, പൂർണ്ണിമ കുടുംബമാകുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അറിയാലോ. ഒരു കുടുംബത്തിന് നെടുന്തൂടെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലാതെ ഒരിക്കലും അതൊരു കുടുംബം ആകത്തില്ല. പൂർണ്ണിമയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. അവനോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് ഒരുക്കമല്ലാന്ന് പറഞ്ഞു. അത് കേട്ടതും രാജേഷ്മി പറഞ്ഞു, ആയിക്കോട്ടെ, നീ വലിയ ബുദ്ധിമതിയാന്നാണല്ലോ പറഞ്ഞേ. നീ വലിയ ബുദ്ധിമതിയായിട്ടാണോടി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത്? നിനക്ക് ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു, നീ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. കാരണം തടിയേറ്റ പോലെ പേര് ഋതുവിന്. അപ്പോഴേക്കും പൂർണിമ ഒന്ന് നോക്കുവാണ് രാജലക്ഷ്മിനെ. ആ സമയം രാജലക്ഷ്മി പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇത്ര സമയം നീ പറഞ്ഞൊന്നും ഞാൻ മനസ്സിൽ വെക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ നീ മനസ്സിൽ വെക്കണം. നീ അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. പിന്നെ നീ വന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഋതുവിന് വല്ലാത്തൊരു ടെൻഷനും ദേഷ്യവും സങ്കടവും ഒക്കെ ആയി. അതേസമയം സേതുവും പല്ലവിയും വേണുഗോപാലിനോട് സംസാരിക്കുകയാണ്. വേണുഗോപാൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ശരിയാവും? അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മയൂരി പറഞ്ഞു, ഇറങ്ങിപ്പോയതല്ലോ, പപ്പ ഇറക്കി വിട്ടാലേന്ന് ചോദിച്ചു. എന്താണല്ലോ ആയിക്കോട്ടെ, അവൾക്ക് വേണേ ഇങ്ങോട്ട് തിരികെ കയറി വരായിരുന്നല്ലോ. അത് കേട്ടപ്പം മയൂരി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും പപ്പ?
അതെ, അമ്മയെ ഇറക്കി വിട്ടതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ബുദ്ധിമുട്ട് കാണൂലേ, പപ്പ വിളിക്കാതെ അമ്മ വരുമോ എന്ന് ചോദിച്ചു. ആ സമയം സേതു പറഞ്ഞു, സാറേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. വിളിക്കാനോ, അവള് കാരണം കുറെ ഞാൻ നാണം കെട്ടിട്ടുണ്ട്. ആ ശ്രീകാന്തന്റെ വീട്ടുകാരുടെ മുന്നിൽ എൻ്റെ മോളുടെ കല്യാണവും മുടങ്ങിപ്പോയത് അറിയാലോ. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ആ ശ്രീകാന്തുമായിട്ടുള്ള ബന്ധം ഇനി ഇപ്പം നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അല്ല അത് പിന്നെ അതാ പറഞ്ഞത്, അവൾ കാരണം എനിക്കും കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതൊക്കെ പെട്ടെന്ന് നികത്താൻ പറ്റുന്ന കാര്യമില്ല. അല്ല നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടുപോവാ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെയാണെ ശ്രീകാന്തിനും മയൂരിയുടെയും വിവാഹം നടത്താൻ നോക്ക്. ശ്രീകാന്തിന്റെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവരുടെ വിവാഹം നടത്താൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ഞാൻ ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെ ലക്ഷ്മീനെ ഞാൻ ഇങ്ങോട്ട് തിരികെ വിളിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പള്ളി പറഞ്ഞു, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് സാറേ, സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അതൊന്നും ഇനി മാറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടത് സേതുവിനോടും പല്ലവിയോടും ആയിട്ട് വേണു പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് വേണുഗോപാലം കൊണ്ട് എഴുന്നേറ്റു. ആ സമയം സേതു വിളിച്ചു, സാറേ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു. എന്താ? സാറ് പറഞ്ഞ കാര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്നേക്ക് 30-ാം ദിവസം മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. അങ്ങനെ നടത്തുവാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ലക്ഷ്മി അമ്മയെ ഈ വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. സേതു പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, ശരി സമ്മതിച്ചിരിക്കുന്നു, നീ നടത്തി കാണിക്ക്, ബാക്കി നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വേണുഗോപാൽ അങ്ങോട്ട് കയറിപ്പോയി. പല്ലവിയോട് സേതു പറഞ്ഞു, ബാബലി പോകാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോയി. മയൂരിക്ക് ആകെപ്പെട്ട ടെൻഷനായിരുന്നു, എങ്ങനെയാ എന്താവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ഋതുവിന്റെ അടുത്തേക്ക് പൂർണ്ണിമ എന്നിട്ട് പറഞ്ഞു, ഋതു രാജലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു, അവരങ്ങനെ പലതും പറയൂന്ന് പറഞ്ഞു. അത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശരി തന്നെയാ, മുമ്പ് അവരെങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പൊ കണ്ടില്ലേ അവരുടെ അടുത്ത് പാറു നല്ല സന്തോഷത്തോടു കൂടിയല്ലേ കഴിയണേ, നീ അവിടേക്ക് തിരിച്ചു ചെല്ലണമെന്നല്ലേ പറയണേ. അത് കേട്ടപ്പോൾ ഋതു ചോദിച്ചു, അമ്മ എന്താ പറയണേ, ഞാൻ അങ്ങോട്ടേക്ക് പോണമെന്നോ? അതെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ ഒരു ഓർമ്മ നിനക്ക് വേണം, ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലമ്മേ, എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല, അതിനെനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. അത് കേട്ടത് പൂർണ്ണിമ പറഞ്ഞു, അത് നീ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല, കുഞ്ഞു വയറ്റിലുണ്ടായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, അതിനു മുമ്പ് നീ ചിന്തിക്കണമായിരുന്നു കുഞ്ഞു വേണോ വേണ്ടോ എന്നൊക്കെ. എന്താ അബോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നോ? ഇന്നത്തെ കാലത്ത് ആരും അബോർട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഋതു നീ വെറുതെ ഇങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവനെ പോലെ ഒരു ഭർത്താവിനെ വേണ്ട, അവന്റെ ആവശ്യം എനിക്കില്ല, അവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ. അത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അതെ രാജലക്ഷ്മിയോട് എനിക്ക് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ രാജലക്ഷ്മി പറയുന്ന പല കാര്യങ്ങളും ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നീ നാളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് നീ ജീവിക്കേണ്ടതായിട്ട് വരും, അതിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും എന്താന്ന് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ നീ ജീവിതം എന്താന്ന് നീ പഠിച്ചു തുടങ്ങുന്നുള്ളൂ ഋതു, അതാ പ്രശ്നം. അതുകൊണ്ടാ പറയണേ, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ അവിടേക്ക് തിരിച്ചു പോകണം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അതും പറഞ്ഞ് പൂർണ്ണിമ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഋതു വിളിച്ച് അമ്മ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ? ഞാൻ മരിക്കേണ്ട വന്നാലും ശരി ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല, അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാലേ ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല, ഇനിയിപ്പോൾ അത് എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നും പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കയറിപ്പോയി. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് പൂർണ്ണിമ എന്നിട്ട് ഇന്ദ്രനെ ഫോൺ ചെയ്യുവാണ്. ഇന്ദ്രൻ കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്തിനാടി നീ എന്തിനാ എന്നെ വിളിച്ചേ? സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലല്ലേ? എടാ എന്റെ സമാധാനം കളഞ്ഞിട്ട് നീ അവിടെ സന്തോഷമായിട്ട് ഇരിക്കണ്ടെന്ന് പറഞ്ഞു. നിന്റെ സമാധാനോ? അതിന് ഞാൻ നിന്റെ സമാധാനം കളയാൻ അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. നീ വന്നില്ല, നിന്റെ തള്ള വന്നായിരുന്നു ഇങ്ങോട്ടേക്ക്. എന്തിന്? അമ്മയോ? അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേ? എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, എന്നോട് അങ്ങോട്ടേക്ക് വരണമെന്ന്, മകനെ ഒരു കുടുംബം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഞാനതൊന്നും അറിഞ്ഞ കാര്യമല്ല. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നിന്റെ കൂടെ ജീവിക്കാൻ എൻ്റെ പട്ടി ഒരുകൂടാ, അവിടെ വന്ന് ഞാൻ താമസിക്കാനും പോകുന്നില്ല, അതിനെന്താണെങ്കിലും നീ കാത്തിരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ആര് കാത്തിരിക്കുന്നതിന് നിനക്ക് വേണ്ടിയിട്ട്? അല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ, നിന്നെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു ചെളി ചവിട്ടി അങ്ങോട്ട് കൂട്ടും, ഒരു ചെളി ചവിട്ടി അടുത്ത വെള്ളത്തിൽ ഞാൻ അങ്ങോട്ട് കാല് കഴിയിട്ട് പോകും, പിന്നെയാ നീ മനസ്സിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഞാൻ ആരാന്ന് നിന്നെ ശരിക്കും അറിയിച്ചു തരുന്നുണ്ട്, പിന്നെ നീ എന്തറിയിക്കാനായിട്ട്? എടി അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്ക് സംഭവിക്കത്തില്ലടി എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഇപ്പൊ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് ഞാൻ തീർത്തു തരുന്നുണ്ടെന്ന് പറയാണ്.
അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, വാടാ ഇങ്ങോട്ടേക്ക്, നീ അഹങ്കാരം തീർക്കാനായിട്ട് ഇങ്ങോട്ട് വാ, നിന്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അടങ്ങി നിക്കടി അവിടെ, നീ എങ്ങോട്ടാ കൂടുതൽ കിടന്ന് പഠിക്കുന്നേ, മര്യാദയാണ് മര്യാദ, കൂടുതൽ കിടന്ന് നീ നേളിക്കണ്ട. ഇപ്പം നിനക്ക് കിട്ടിയില്ല ഒരു ട്രോഫി, ഇനി ഇതുപോലെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഋതുവിന് നല്ല ദേഷ്യം വന്നു. ഋതു ദേഷ്യത്തോട് കൂടിയിട്ട് തൻ്റെ വയറിനിട്ട് ആഞ്ഞിടിക്കാനായിട്ട് കൈ ഉയർത്തുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.